പൊതുവായ്പ IOC പദ്ധതിക്കെതിരെ സമരം ചെയ്തവരെ ആക്രമിച്ച കേസിൽ കൊച്ചി മുൻ DCP യതീഷ് ചന്ദ്രയെ മനുഷ്യാവകാശ കമ്മീഷൻ വിസ്തരിച്ചു. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷയുടെ ഭാഗമായി എടുത്ത നടപടി മാത്രമാണിതെന്നായിരുന്നു യതീഷ് ചന്ദ്രയുടെ വാദം. രാവിലെ തുടങ്ങിയ സിറ്റിംഗിൽ സമരക്കാർ തങ്ങളെ ആക്രമിക്കുന്ന വിശദമായ ദൃശ്യങ്ങളുമായാണ് എത്തിയത്. ഇത് പരിശോധിച്ച ശേഷമാണ് യതീഷ് ചന്ദ്രയുടെ വിശദീകരണം കമ്മീഷൻ കേട്ടത്. തന്റെ ഭാഗം ന്യായീകരിക്കുന്ന ദൃശ്യങ്ങൾ യതീഷ് ചന്ദ്രയും ഹാജരാക്കി. ഇതോടെ ഇരുഭാഗങ്ങളും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദാക്രമണം ഉണ്ടാകുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു. അതിനാൽ സമരക്കാരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമായിരുന്നുവെന്ന് യതീഷ് ചന്ദ്ര കമ്മീഷന് മുമ്പാകെ പറഞ്ഞു. സമരത്തിന് വൈകാരികത ഉണ്ടാക്കാൻ സമരക്കാർ കുട്ടികളെ കൊണ്ടുവരികയായിരുന്നുവെന്നും യതീഷ് ചന്ദ്ര വാദിച്ചു. എന്നാൽ DCPയുടെ ഇടപെടൽ ഏകപക്ഷീയമായിരുന്നുവെന്ന് സമരക്കാരും അവരുടെ അഭിഭാഷകരും വാദിച്ചു. ഇത് സ്ഥാപിക്കുന്നതിന് ആക്രമണത്തിനിരയായ കുട്ടികളടക്കമുള്ളവർ കമ്മീഷന് മുമ്പാകെ ഹാജരായി. ഇരുകൂട്ടരുടെയും വാദം കേട്ട കമ്മീഷൻ ഈ കേസ് മാത്രമായി അടുത്ത മാസം പരിഗണിക്കുമെന്ന് പറഞ്ഞു. തീയതി പിന്നീട് അറിയിക്കും. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ തെളിവുകൾ ഹാജരാക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ P. മോഹനദാസ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ സിറ്റിംഗിൽ ഹാജരാവാതിരുന്ന യതീഷ് ചന്ദ്രയെ കമ്മീഷൻ താക്കീത് ചെയ്തതോടെയാണ് ഇന്ന് ഹാജരായത്. യു ഷൈജു, മീഡിയ 1, കൊച്ചി.